ഉരുൾപൊട്ടലിൽ നിന്ന് കഷ്ടിച്ചു രക്ഷപ്പെട്ടതാണ് ചൂരൽമല സ്വദേശി ഹാജിറയും കുടുംബവും. മകളുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ബി ഫാമിന് ചേർന്ന് പഠിക്കുക എന്നത്. കോളേജിൽ ചേരാനുള്ള തയ്യാറെടുപ്പുകൾക്കിടയിലാണ് ദുരന്തം. ഇന്നത്തെ അവസ്ഥയിൽ മകളുടെ പഠനം എന്താകുമെന്ന ആശങ്കയിലാണ് ഈ കുടുംബം. ചൂരൽമലയിലെ ദുരന്തത്തിൽ കഷ്ടിച്ച് രക്ഷപ്പെട്ടതാണ് മുസ്തഫയും ഹാജിറയും അടങ്ങുന്ന കുടുംബം. ചൂരൽമലയിലെ സന്നദ്ധ പ്രവർത്തനത്തിൽ ഇപ്പോഴും മുസ്തഫയുണ്ട്. ഈ കുടുംബം വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഇപ്പോൾ ഇവർ നമുക്ക് മുന്നിലേക്ക് ഒരു ആവശ്യം ഉന്നയിക്കുകയാണ്. അത് മക്കളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടതാണ്. ഹാജിറ ചേരുകയാണ്. എന്താണ് നിങ്ങളുടെ ഒരു ആവശ്യം? എൻ്റെ രണ്ടാമത്തെ മോള് +2 കഴിഞ്ഞിരിക്കുകയാണ്. അവൾക്ക് ബി ഫാം ചെയ്യണം എന്നാണ് ആഗ്രഹം. ഞങ്ങളതൊക്കെ പഠിപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഒരുങ്ങി നിൽക്കുകയാണ്. കൂലിപ്പണിയാണെങ്കിലും ചെയ്യാമെന്നുള്ള തയ്യാറ് തന്നെയായിരുന്നു. ഇപ്പം എന്തായാലും ഈ ഒരു സംഭവം നടന്ന കാരണം ഞങ്ങൾക്ക് ഇനിയിപ്പോൾ അത് പറ്റും തോന്നണില്ല. അപ്പം ആരെങ്കിലും സഹായിക്കാനില്ല ഉണ്ടെങ്കിൽ അതൊന്ന് തരാൻ പറ്റിയ. +2 എത്ര മാർക്ക് ഉണ്ടായിരുന്നു? +2 1200-ൽ 1900 മാർക്കുണ്ട്. പിന്നെ എല്ലാ നടപടികളും നടത്തിയിരുന്നു. ഞങ്ങൾ എറണാകുളം ഒരു കോളേജിൽ സീറ്റൊക്കെ ചോദിച്ച് റെഡിയാക്കി വെച്ചതാണ്. പിന്നെ ചേർക്കാൻ വെള്ളിയാഴ്ച പോകാൻ നിന്നപ്പോഴാണ് സംഭവം നടക്കുന്നത്. പിന്നെ പോകാൻ പറ്റിയിട്ടില്ല. ആർക്കും ഒഴിവില്ല, അവളെപ്പച്ചി വന്നിട്ടുമില്ല. പിന്നെ ഞാനിവിടെ മേപ്പാടിയാണ്. മക്കളെ ഞാൻ ചേരമ്പാടി കൊണ്ടുപോയാക്കി, എൻ്റെ വീട്ടിൽ കൊണ്ടുപോയാക്കിയിരിക്കുകയാണ്. മക്കളാരും അപ്പോൾ വയനാട്ടിലില്ല അല്ലേ? വയനാട്ടിലില്ല, ഒരു തമിഴ്നാടാണ് ഉള്ളത്. പേടിയായിട്ട് ഒരു വരുന്നില്ല. കുറച്ച് ഏട്ടമ്മച്ചി മഴ പോട്ടമ്മച്ചി എന്നാണ് പറഞ്ഞത്. അല്ലാതെ അത്യാവശ്യം ഇപ്പോൾ മോളെ പഠിപ്പ് ബി ഫാം മോള് ഭയങ്കര ആഗ്രഹമാണ് ഓൾക്ക് പഠിക്കണം എന്നുള്ളത്. എന്താ ഞങ്ങളെന്നല്ല, നാട്ടുകാരെന്നെ അങ്ങനെയാണ്. മൊത്തത്തിൽ കരകയറാൻ കുറച്ച് സമയമെടുക്കും. അപ്പോൾ പഠിപ്പിപ്പോൾ നിർത്തി വെച്ചാൽ ഓരോ വർഷം പോവുകയല്ലേ ചെയ്യുക. കിട്ടിയാൽ നന്നായി, പഠിക്കാനുള്ളൊരു അവസരം കിട്ടിയാലേ. പേരെന്തായിരുന്നു? പേര് നാജിയ ഷെറി. നാജിയയ്ക്ക് ബി ഫാം പഠിക്കണമെന്നുള്ളത് വലിയ ആഗ്രഹമായിരുന്നു. അതിൻ്റെ ഒരു എൻട്രൻസ് നടപടികളിലേക്ക് കടക്കുന്ന ആ സമയത്താണ് ഈ ദുരന്തം അവരെ എല്ലാവരെയും ഉലച്ച് കളഞ്ഞത്. അപ്പോൾ അതിനുള്ള എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവുമോ എന്നുള്ളതാണ് ഈ കുടുംബം അന്വേഷിക്കുന്നത്. മുനീഫ് തിരൂരിനൊപ്പം വിപിൻ സി വിജയൻ, 24 വയനാട്.